എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അതായത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡും പരിപാടിയൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ഇന്ന് എങ്ങോട്ട് പോകാനില്ല. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന മുതൽ അവസാനം വരെ ഇത് ഈ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ മൊത്തം. കാരണം നിങ്ങൾക്ക് വേറെ ഒന്നും കാണിച്ചു തരാനോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകും അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇന്ന് വേറൊരു കാര്യം പറയാനാണ് മെയിനായിട്ട് വന്നത്. നിങ്ങൾ തമ്പനയിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഗ്രാമിന് പോയിരുന്ന സമയത്ത് കഴിഞ്ഞ ശിവരാത്രിയുടെ അന്ന് പെരിന്തൽമണ്ണ, നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ തന്നെ പെരിന്തൽമണ്ണ മേലാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാമിന് വേണ്ടി പോയി. ശിവരാത്രിയുടെ പരിപാടിയായിരുന്നു. പോയ സമയത്ത് ഞങ്ങൾ പൊതുവെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്ന, മേക്കപ്പ് ഇടുന്ന, അതിന്റെ കൂടെ തന്നെ ഫ്രീ ഉള്ള സമയത്ത് മൊബൈൽ കളിക്കുന്ന, അതിനുശേഷം പ്രോഗ്രാം സ്റ്റേജിൽ കയറാൻ സമയത്ത് ഫോൺ അവിടെ വെച്ചിട്ട് പോകുന്ന, പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന, പിന്നെ മറ്റു കാര്യങ്ങൾ അതിന് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ ശിവരാത്രിയുടെ അന്ന് കോമൺ ആയിട്ട് ഒരു പ്രോഗ്രാം ദിവസം കടന്നു പോകുമ്പോൾ തന്നെ പോയി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി ഗൈസ്. നമ്മള് ഫസ്റ്റ് ഡാൻസ് ഏകദേശം ഒരു 9:30-10 മണിയുടെ ഉള്ളിലാണ് ഫസ്റ്റ് ഡാൻസ് കയറാൻ വേണ്ടിയിട്ട്. അതായത് മുഖത്തൊരു മേക്കപ്പും പരിപാടിയൊക്കെ ചെയ്യും, ഒരു പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഡാൻസിന് കയറാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാൻ അതുവരെ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നിരുന്നു. അന്നൊരു ഫോൺ ഞാൻ അവിടെ വെച്ചു. അന്നേരം നേരെ പ്രോഗ്രാം അതായത് സ്റ്റേജിൽ കയറി ഡാൻസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചെത്തിയ സമയത്ത് നോക്കിയപ്പോഴും അവിടെ ഷെൽഫിൽ അവിടെ ഫോണുണ്ട്. അന്നതിന് ശേഷം ഞങ്ങൾ ഈ മേക്കപ്പ്, ഈ മുഖത്ത് വരച്ചിരിക്കുന്ന ഒരു പെയിന്റ് ഉണ്ടല്ലോ, ഇത് കളയാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെയുള്ള പൈപ്പിന്റെ താഴെ പോയി ഇതൊക്കെ മുഖത്തൊന്ന് ഒന്ന് കഴുകി തിരിച്ചു വന്ന് നോക്കുമ്പോ എന്റെ ഫോൺ കാണുന്നില്ല. വന്ന് നോക്കുന്ന സമയത്ത് അതായത് അതുവരെ അവിടെ ഉണ്ടായിരുന്ന സാധനം ഞാൻ ജസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജറെല്ലാം സെറ്റാക്കി പ്ലഗിൽ കുത്തിയിട്ട് നോക്കിയപ്പോൾ ഫോൺ കാണുന്നില്ല. ജസ്റ്റ് ഫോൺ നോക്കി, പിന്നെ അതിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ്. സ്പോട്ടിൽ തന്നെ ഞാൻ മൈൻഡ് സെറ്റ് ആക്കിയിട്ടാ, ഓക്കെ സ്വിച്ച് ഓഫ് ആണ്, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, ഇൻ കേസ് ഫോൺ ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കും, എന്നിട്ട് നേരെ ഓഫ് ചെയ്തായിരിക്കും. ഓഫ് ചെയ്യാൻ നമുക്ക് ലോക്ക് അറിയേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ലല്ലേ. പാറ്റേൺ ലോക്ക് ഉണ്ട്, അതുപോലെ ഫിംഗർ പ്രിന്റും പരിപാടിയൊക്കെ ഉണ്ട്. ഇതല്ലട്ടോ നമ്മൾ, അതായത് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ വേറെ ഫോണിലാണ്. നമ്മൾ അന്ന് ഇതിന് വേണ്ടിയിട്ട് ബ്ലോഗും പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഫോണാണ്. അതല്ലാതെ ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന റെഡ്മി നോട്ട് 10 Pro എന്ന് പറഞ്ഞ മോഡൽ ഇട്ടോ, ആ ഫോണാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ സത്യം പറയുള്ളൂ ഗൈസ്, അതായത് ഓക്കെയാണ് നമുക്ക് ഫോണില്ലെങ്കിലും, അല്ല ഫോൺ പോയി എന്ന് കരുതി നമ്മൾ ഭയങ്കരതായിട്ട് ഇരിക്കുന്നില്ല. പക്ഷെ അതിനകത്ത് ഒരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ ഒരുപാട് കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ജിമെയിൽ വഴി മെയിൽ ഐ ഡി വേറെ അതിൽ തുറക്കുമ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് കൊണ്ടുവന്നിരുന്ന നമ്മുടെ വീഡിയോസ്, ഫോട്ടോസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ എന്റെ ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട് ഇപ്പൊ, അതിന്റെ പുല്ല്, അതിന്റെ എൻറോൾ നമ്പർ, അതിന്റെ ID കാർഡ്, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം എവിടെ നിന്ന് കുത്തി തുടക്കം മുതൽ ഇത് എങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം. ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോയി. എനിക്ക് അതിലാണ്ട് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മൈൻഡ് സെറ്റ് ആക്കി, ഓക്കെ ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്താ പറയാ, സിം കാർഡ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും, അതുപോലെ കോണ്ടാക്ട്സും കാര്യങ്ങളും നമുക്ക് തിരിച്ചു കിട്ടും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഫോട്ടോസും മറ്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പോകുന്നത് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് കാണുന്ന ഏതെങ്കിലും ഫോണൊക്കെ ഇങ്ങനെ കട്ടുകൊണ്ട് പോകാൻ മെന്റാലിറ്റിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പേഴ്സ് വേണം അടിച്ചു മാറ്റി പോകും, അല്ലെങ്കിൽ നീ ഗോൾഡിന്റെ വല്ല ചെയിനോ മറ്റോ ആണെങ്കിൽ അതും അടിച്ചു മാറ്റി പോകും. പക്ഷെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അയാളുടെ ഒരുപാട് കാര്യങ്ങൾ, ഒരു 10,000 രൂപയുടെ ഫോണാണ് അടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വിറ്റാൽ ചിലപ്പോ പുതിയ സാധനമാണെങ്കിൽ പോലും ചിലപ്പോ ഒരു 8,000 രൂപ എങ്ങനെ കിട്ടുമായിരിക്കും. പക്ഷെ അതിനകത്ത് ചിലപ്പോ ഒരു 25,000 രൂപ വില മതിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ്സ് പരിപാടികളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും അങ്ങനെ ഭയങ്കര വിലയുള്ള സാധനങ്ങൾ ഉണ്ടെന്നല്ല കേട്ടോ നല്ലത്. പക്ഷെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കുറെ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സെറ്റ് ഓഫ് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഓരോ ഫോട്ടോസിനും ഓരോ കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ട പോലെ. ഇനിയിപ്പോ നാളെ എനിക്ക് ആ ഫോണ് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴേക്ക് അത് എടുത്തിരുന്ന ആള് മിക്കവാറും അത് റീസ്റ്റോർ ഒക്കെ ചെയ്ത് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അത് ഇനി പഴയ പോലെ എനിക്ക് കിട്ടുമോ, ഇനി ഫോൺ കിട്ടിയാൽ തന്നെ ഫോട്ടോസ് എല്ലാം കിട്ടുമോ എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുഴപ്പമില്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ട്. എന്താ പറയാ, അപ്പൊ ഇതാണ് ഫോൺ മോഷ്ടിക്കാൻ ടെൻഡൻസി ഉള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മൊബൈൽ ഒഴികെ വേറെന്തും മോഷ്ടിച്ചോളൂ. അതായത് നിങ്ങൾക്ക് ചിലപ്പോ ക്യാഷിന്റെ ആവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ കണ്ട ഒരു ഇതിലായിരിക്കും അത് മോഷ്ടിക്കും. നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഇതൊന്നും ചെറിയ പൈസ മാത്രമേ ലാഭമുള്ളൂ. നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞ പൈസ മാത്രമല്ല, അതായത് ക്യാഷ് നമുക്ക് പിന്നെ ഉണ്ടാവും. പക്ഷെ
വേറെയും പല കാര്യങ്ങളും അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാരും നിങ്ങൾ കാണുന്നൊരു ഇത് ഇങ്ങനെ ചെയ്യണം എന്നല്ലട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇങ്ങനെ എല്ലാരും ശ്രദ്ധിക്കുക. ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ ചെയ്തത് അതിനാണ്. ഞങ്ങൾ ഇത്രയും കാലം പ്രോഗ്രാം ചെയ്ത സമയത്തും അത്ര അതായത് കെയർ ചെയ്തിട്ടില്ല. അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന അവിടെ ബാക്കിൽ ഗ്രീൻ റൂമിൽ വരുന്നു, മൊബൈൽ കളിക്കുന്നു, ചിലപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. ആരും എടുക്കാനോ അല്ലെങ്കിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസോ ഇതൊന്നും നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഇതും അതുപോലെ തന്നെ അല്ല, ഇതൊന്നും സേഫ് ഒരു വീടിനകത്താണ്, അതിനുള്ളിൽ കയറിയിട്ടാണ് ആരും എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും IMEI നമ്പറും പരിപാടി കൊടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് സൈബർ സെല്ലിൽ പരിചയമുള്ള ഒരു ചേട്ടന് പുള്ളിയുടെ കയ്യിലും IMEI നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പുള്ളി അവരും ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടോ ഇല്ലയോ ഇനി എന്തോ ആവട്ടെ, കിട്ടിയാൽ ഞാൻ പുതിയ വീഡിയോ ഇടുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ എന്താ അത്രേ ഉള്ളൂ. ആ കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഫോണും കാര്യങ്ങളൊക്കെ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിലപിടിപ്പുള്ള സംഭവം തന്നെ ആയിരിക്കും. ഇന്നത്തെ കാലത്ത് നമ്മളൊന്നും ബുക്കിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ വേറെ രീതിയിലൊന്നുമല്ല സൂക്ഷിക്കുന്നത്, എല്ലാം ഈ ഒരു ഫോണിനകത്തായിരിക്കും. അപ്പൊ നിങ്ങൾ മാക്സിമം ഫോണൊക്കെ ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ അവിടെ വെച്ച് പോയതുകൊണ്ടാണ്. എനിക്കത് വേറെ എവിടെയെങ്കിലും എടുത്തു വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പോയില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ മൊബൈൽ ഉണ്ട്, അതൊന്നും പോയതുമില്ല. എന്റേത് നല്ല, അതായത് ഒരാളുടെ കണ്ണ് പിടിക്കാൻ പറ്റിയ സ്പോട്ടിൽ തന്നെയായിരുന്നു, ഒരു ഷെൽഫിനകത്തായിരുന്നു. ഞാൻ ചാർജ് ചെയ്യണമെന്ന് വിചാരിച്ച് അവിടെ വെച്ചിട്ട് പോയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാനൊരു ടെൻഡൻസി ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോകാനുള്ളൊരു ഇത് ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാരും ശ്രദ്ധിക്കുക, അവനവന്റെ ഫോണാണ്, അതിനകത്ത് ഒരുപാട് ഡോക്യുമെന്റ്സ്, ഫോട്ടോസ്, കോണ്ടാക്ട്സ് എല്ലാം ഉണ്ടാവും. അപ്പോ മാക്സിമം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഗൂഗിൾ ഡ്രൈവില് അല്ലെങ്കിൽ മെയിലിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സേവ് ചെയ്തൊക്കെ വെക്കാം. അത് പറയാനുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. ഇപ്പൊ ഈ കഴിഞ്ഞ ശിവരാത്രിക്കാണ്ടോ നമുക്കിത് സംഭവിച്ചു. അപ്പൊ ഗൈസ് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണല്ലോ. സോ എന്തായാലും കുഴപ്പമില്ല. ഫോൺ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പുതിയ വീഡിയോ ചെയ്യുന്നതാണ്, ഫോൺ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ഫോണും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കുക. അപ്പൊ ഗൈസ് ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് തരാട്ടോ. ബൈ.